അങ്കമാലി ശബരി റെയിൽപാത പദ്ധതിയുമായി ബന്ധപ്പെട്ട അടിയന്തര കിഫ്ബി യോഗം ഇന്ന്. ധനസഹായ പ്രപ്പോസൽ ചർച്ച ചെയ്യും. കിഫ്ബി ഡയറക്ടറേറ്റ് ബോർഡിൽ നിർണായക തീരുമാനം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. എസ് വിനീഷ് കുമാർ ഉണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. വിനീഷ്, ഈ യോഗത്തിന്റെ പ്രത്യേകത എന്താണ്? ജി കെ, കിഴക്കൻ മേഖലയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് അങ്കമാലി ശബരി നിർദ്ദിഷ്ട പാത. അതുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതിലേക്ക് തന്നെയായിരിക്കും സർക്കാർ പോവുക. ഇന്ന് അല്പസമയത്തിനകം തന്നെ കിഫ്ബിയുടെ ഡയറക്ടർ ബോർഡ് യോഗം ആരംഭിക്കും. ഇതിലെ പ്രധാന അജണ്ട ഈ നിർദ്ദിഷ്ട പാതയെക്കുറിച്ച് തന്നെയാണ്. 3800 കോടി രൂപയാണ് ഇതിന് ചെലവ് കണക്കാക്കുന്നത്. ഇതിൽ പകുതി സംസ്ഥാനവും പകുതി കേന്ദ്രവും വഹിക്കുന്ന രീതിയിലേക്കായിരിക്കും പോവുക. അത്രയും തുക കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു തുക സമാഹരിക്കുക എന്നുള്ളതിലേക്കാണ് പ്രധാനമായും കിഫ്ബി പോകേണ്ടിയിരിക്കുക. ആ കാര്യമാണ് ഇതിൽ പ്രധാനമായും ചർച്ച ചെയ്യുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം, കാലടി മുതൽ പാല വഴി കാഞ്ഞിരപ്പള്ളി വഴിയാണ് ഇത്, പിന്നെ എരുമേലിയിലാണ് ഈ പാത അവസാനിക്കുന്നത്. അതുവരെയുള്ള പാതയുടെ നിർമ്മാണത്തിനാണ് ഇത്രയും തുക വേണ്ടി വരിക. ഇത് സംബന്ധിച്ചുള്ള യോഗമാണ് ആരംഭിക്കുക. എന്തായാലും ഇതിൽ ഒരു പ്രധാന അജണ്ട ഇത് തന്നെയായിരിക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ധനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം. എന്തായാലും കഴിഞ്ഞ കുറേ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ട് സമാഹരണത്തിലേക്ക് സംസ്ഥാന സർക്കാർ കിഫ്ബി വഴി നീങ്ങുന്നു എന്നാണ് ഇക്കാര്യത്തിൽ എടുത്തു പറയാനുള്ളത്. ജി കെ. ശരി, എസ് വിനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.